ഇതാണ് റോബോ സിറ്റി. പേര് പോലെ തന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത് റോബോട്ടുകളാണ്. ഇവിടുത്തെ പ്രധാന കള്ളനാണ് തെരുവ് നായയായിട്ടുള്ള റോജർ. ഇവനെ പിടിക്കാനായി റോബോട്ടിക് പോലീസ് ബില്ല് എപ്പോഴും കൂടെ കാണും. ഇവിടുത്തെ പോലീസുമാരുടെ പ്രധാന പരിപാടിയും തെരുവ് മൃഗങ്ങളെ ഒഴിപ്പിക്കുക എന്നാണ്. രാത്രിയായി കഴിഞ്ഞ റോജർ മോഷ്ടിക്കാൻ ഇറങ്ങും. ബാങ്ക് കുത്തി തുറക്കാനോ ജ്വല്ലറി കവർച്ചയോ ഒന്നുമല്ല കേട്ടോ, ഭക്ഷണം മോഷ്ടിക്കാനാണ് നമ്മുടെ റോജർ ശ്രമിക്കുന്നത്. അവിടെയുള്ള റോബോട്ടുകളുടെ ഒക്കെ കണ്ണ് വെട്ടിച്ച് ഇന്ന് ഒരു വലിയ വീട് ലക്ഷ്യമാക്കിയിട്ട് നമ്മുടെ റോജർ നടന്നു. പമ്മി പമ്മി അകത്തോട്ട് കയറി. അതിനകത്ത് ഒരു പൂച്ച കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു. അത് കാണാതെ ഫ്രിഡ്ജ് ലക്ഷ്യമാക്കി നടന്ന റോജർ അവിടെ പൊരിച്ച കോഴിയെ കണ്ടു. റോജർ അതെടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ചെങ്കിലും ഇടയ്ക്ക് വെച്ച് ഒരിറച്ചി കഷ്ണം വീണു. ആ പൂച്ച കേട്ട് അങ്ങോട്ടെത്തി അലറി വിളിച്ച് അവിടുത്തെ ഓണറിനെ വിളിച്ചുണർത്തി. ഒരു സിനിമാ നടിയുടെ വീടായിരുന്നു അത്. അവര് കൂടെ വന്നപ്പോ റോജർ ഓടിപ്പോയി. എന്റെ പൂച്ചക്കുട്ടി ബില്ല് പേടിച്ചോ എന്ന് സിനിമാ നടി നമ്മുടെ പൂച്ചയോട് നോക്കി ചോദിക്കുന്നുണ്ട്. റോജർ അവിടെ നിന്ന് നേരെ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി അവന് വേണ്ട സാധനങ്ങൾ പെറുക്കി കൂട്ടുമ്പോ ദേ നമ്മുടെ ബില്ല് അവിടേക്ക് എത്തിയിരിക്കുന്നു. താൻ പോളോ എന്നും പറഞ്ഞ് കടിച്ചു പിടിച്ച സാധനങ്ങളും കൊണ്ട് നമ്മുടെ റോജർ വേഗം വെളിയിലോട്ടിറങ്ങി. പാവം ബില്ല് ഇന്നും അമളി പറ്റിയ കണക്കിരിക്കുകയാണ്. റോജർ ആർക്ക് വേണ്ടിയാണ് ഇത്രയും അധികം ഭക്ഷണ സാധനങ്ങൾ മോഷ്ടിക്കുന്നേ എന്നല്ലേ? ഇവനെ പോലെ തന്നെ തെരുവിൽ താമസിക്കുന്ന ഒട്ടനവധി ആൾക്കാരുണ്ട്. അവർക്കൊക്കെ തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു ഗിനിയ പിഗ്, അതുപോലെ തന്നെ ഒരു പൂച്ച, പിന്നെ വലിയ മൂക്കുള്ള ഒരു കുരങ്ങ്, അതിന്റെ പേര് ബീസർ എന്നാണ്. ഇത്തവണ ചെന്നപ്പോൾ ബീസർ നശിപ്പിക്കാനായി കൊണ്ടുവന്നിട്ട ഒരു റോബോട്ടിനെ റോജറിന് പരിചയപ്പെടുത്തി കൊടുത്തു. അതിന്റെ പേര് ബോബ് എന്നാണ്. ഈ റോബോട്ടുകളെ ഒട്ടും ഇഷ്ടമല്ലാത്ത റോജറിന് ബോബിനെയും അത്രയ്ക്ക് അങ്ങ് പിടിച്ചില്ല. ഈ നാടിങ്ങനെ നശിച്ചു പോകാൻ തന്നെ കാരണം നിങ്ങളെപ്പോലുള്ളവന്മാരാ, എന്നോട് മിണ്ടാനേ നിൽക്കണ്ട എന്നും പറഞ്ഞ് ഫുഡൊക്കെ എല്ലാവർക്കും കൊടുത്ത് നമ്മുടെ റോജർ അവൻ കിടക്കുന്ന സ്ഥലത്തേക്ക് പോവാണ്. പഴയ ഒരു ബിൽഡിങ്ങിന്റെ ഏറ്റവും മുകളിലായിട്ടാണ് അവൻ താമസിക്കാറുള്ളത്. പിറ്റേ ദിവസം നമ്മുടെ സിനിമാ നടി ചേച്ചിക്ക് ഭയങ്കര തിരക്ക് കേട്ടോ. ബെല്ലെന്ന അവരുടെ പൂച്ചയെ അവിടെയുള്ള പാമ്പർ പെറ്റ്സ് എന്ന് പറയുന്ന ഒരു പെറ്റ് കെയറിൽ നമ്മുടെ സിനിമാ നടി ചേച്ചി ആക്കി കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. ഇവിടേക്ക് വരുന്ന വേറെയും പെറ്റ്സ് ആണ് റൊണാൾഡോ എന്ന് പേരുള്ള ഒരു പട്ടിക്കുട്ടി. പിന്നെ നമുക്ക് കുറച്ചു പേരെ അതിനകത്തുള്ളവരെ പരിചയപ്പെടാൻ കേട്ടോ. സോഫി എന്ന് പേരുള്ള ഒരു പന്നിയുണ്ട്, വോൾട്ടർ എന്ന് പേരുള്ള ഒരു പഗ്ഗുണ്ട്, പിന്നെ അതുപോലെ തന്നെ ചിച്ചി പൂച്ചി എന്ന് പറയുന്ന ഒരേ വീട്ടിലെ 2 പട്ടിക്കുട്ടികളുണ്ട്, സ്ലോമോ എന്ന് പറയുന്ന ഒരു ഫോക്സ് ഉണ്ട്. അങ്ങനെയൊക്കെ ഇവിടുത്തെ മേയർ ഇന്ന് എന്തോ സർപ്രൈസ് ഉണ്ട് എന്ന് പറയുന്നതിന്റെ സ്ക്രീൻ വിഷ്വൽ കാണുമ്പോൾ റോജറിന് അവന്റെ ചില പാസ്റ്റ് ഓർമ്മകൾ ഓർമ്മ വരികയാണ്. ആ സമയത്തായിരുന്നു അവൻ താമസിക്കുന്ന ബിൽഡിംഗ് ഇടിച്ചു പൊളിക്കാനായിട്ട് ബില്ല് അവിടേക്ക് എത്തുന്നത്. ബില്ല് അങ്ങനെ റോജറിനെ പിടിക്കുമ്പോഴേക്ക് നമ്മുടെ ബോബ് എന്ന ആ റോബോട്ട് വന്ന് ഇവനെ രക്ഷപ്പെടുത്താണ്. എന്നിട്ട് നീ എന്റെ ഫ്രണ്ടാണ്, നീ എന്നെ അങ്ങനെ കണ്ടിട്ടില്ലെങ്കിൽ കൂടിയും എന്ന് പറഞ്ഞിട്ട് ബില്ലിന്റെ അടുത്ത് നിന്ന് നമ്മുടെ റോജറിനെ രക്ഷപ്പെടുത്താണ്. ഇത് കാണുമ്പോൾ റോജറിന് ബോബിനോട് ഒരു ഇഷ്ടം തോന്നുന്നുണ്ട്. ആയിക്കോട്ടെ, നമ്മൾ ജീവിതകാലം മുഴുവൻ ഫ്രണ്ട്സ് ആയിരിക്കുമെന്ന് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് കൊടുക്കുകയാണ്. അങ്ങനെ ബില്ലിന്റെ പോലീസ് പടയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ബോബ് എന്തോ ചെയ്തു. പാമ്പർ പെറ്റ്സിന്റെ അടുത്തെത്തിയപ്പോൾ നമ്മുടെ റോജറിനെ കൂട്ടിയിട്ട് അതിനകത്തേക്ക് കയറുകയാണ് ചെയ്യുന്നത്. കാരണം അതിനകത്ത് വളർത്തുമൃഗങ്ങൾ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. അപ്പൊ പോലീസുമാര് അതിനകത്ത് കയറി റോജർ അവിടെ ഉണ്ടെന്ന് ഒരിക്കലും സംശയിക്കാനൊന്നും പോകുന്നില്ലല്ലോ. ഇവൻ അതൊട്ടും ഇഷ്ടമല്ലായിരുന്നു. കാരണം കിങ്ങിണി പാൽക്കുപ്പി മൃഗങ്ങളാണ് ഇതിനകത്തുണ്ടായിരിക്കുക എന്നാണ് റോജർ പറയുന്നത്. പക്ഷെ തൽക്കാലം രക്ഷപ്പെടണ്ടേ. പിന്നീട് നമ്മുടെ പെറ്റ്സ് കെയറിൽ നോക്കുമ്പോൾ അവരെല്ലാവരും വീട്ടിലെ ഓരോരോ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഈഗോ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ വീട്ടിൽ അതുണ്ട് ഇതുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അന്നേരം സോഫി എന്ന പന്നിക്കുട്ടി വോൾട്ടർ എന്ന പഗ്ഗിനോട് അവളുടെ ഇഷ്ടം അറിയിക്കുന്നുണ്ട്. ഇവിടെ മേയർ എന്താണ് ഇന്നത്തെ സ്പെഷ്യൽ ഡേ എന്ന് പറയാൻ കാരണം എന്നറിയാമോ? ഇന്ന് ഈ റോബോ സിറ്റി പൂർണ്ണമായിട്ട് റോബോട്ട്സിന്റെ മാത്രമാക്കാനാണ് ഇയാളുടെ ഉദ്ദേശം. അതുകൊണ്ട് ഇവിടെ താമസിക്കുന്ന മനുഷ്യന്മാര് 1 മണിക്കൂറിനുള്ളിൽ ഇവിടെ നിന്ന് പോകണമെന്നും എന്നിട്ട് വലിയൊരു ചിലന്തി റോബോട്ടിനെ ഇവിടേക്ക് പറഞ്ഞു വിടുകയും ചെയ്യുകയാണ് ഈ മേയർ. ആ ചിലന്തി റോബോട്ട് ആവട്ടെ അവിടെയും ഇവിടെയും നടന്ന് കാണുന്ന മനുഷ്യന്മാരെയൊക്കെ ഉപദ്രവിക്കാനായിട്ട് ആരംഭിക്കുന്നുണ്ട്. അങ്ങനെ മനുഷ്യന്മാരൊക്കെ നെട്ടോട്ടോടി ഈ സിറ്റിയിൽ നിന്ന് പുറത്തു കടക്കാനുള്ള ശ്രമത്തിലാണ്. അതിൽ ചിലർക്കെങ്കിലും പെറ്റ്സിനെ ഇവിടെ കൊണ്ടുവന്ന് ആക്കിയിട്ടുണ്ടെന്ന് ഓർമ്മയുണ്ട്. പക്ഷെ തിരികെ പോയിട്ട് അവരെ എടുക്കാൻ സാധിക്കുന്നില്ല. ഒരു കുട്ടി മാത്രം വന്ന് അതിന്റെ ചിച്ചി പൂച്ചി എന്ന് പറയുന്ന ആ 2 പെറ്റ്സ് ഉണ്ടല്ലോ അവരെയും കൂട്ടിക്കൊണ്ടുപോയി. ഇത് കാണുന്ന ബെല്ല് പറയുന്നുണ്ട്, എന്റെ ഓണർ മാഡം ഇപ്പൊ വീട്ടിലിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും, എനിക്ക് അവരെ കണ്ടാ കൊള്ളാമെന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. റോജർ പറഞ്ഞു, നിന്റെ വീട്ടിലേക്കുള്ള വഴി എനിക്കറിയാലോ, കാരണം ഞാൻ ഇന്നലെ അവിടെ കക്കാൻ കയറിയിരുന്നല്ലോ, അതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന്
നിന്റെ വീട്ടിലോട്ട് പോകാമെന്നും പറഞ്ഞ് അവർ നേരെ വെളിയിലോട്ട് ഇറങ്ങുന്നുണ്ട്. അപ്പോഴാണ് ആ സ്പൈഡർ ഇവരെ കണ്ടുവരുന്നത്. ഉടനെ തന്നെ സ്ലോമോ എന്തോ ചെയ്തു, അതിന്റെ മുന്നിലേക്ക് ചാടി നിന്ന് എന്നിട്ട് അതിന്റെ ശ്രദ്ധ തിരിച്ച് ബാക്കി എല്ലാവരും അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. സ്ലോമോയെ അത് ഉപദ്രവിക്കുന്നതും കാണുന്നുണ്ട്. സ്ലോമോ നമുക്ക് വേണ്ടി ജീവൻ ത്യജിച്ചു എന്നൊക്കെയാണ് റോജറും കൂട്ടരും പറയുന്നത്. ബെല്ലിന്റെ അപ്പാർട്ട്മെന്റിലേക്ക് പോകാനായിട്ട് ഇവിടത്തെ സൂ വഴിയാണ് എളുപ്പമാർഗമുള്ളത്. അങ്ങനെ ഇവർ അതിനകത്തോട്ട് കയറുമ്പോൾ നമ്മുടെ ബീസറിനെ വീണ്ടും കണ്ടു. ബീസർ അന്നേരം ഇവരോട് കുറച്ചു നേരം സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ബോബും ഇവരുടെ കൂടെ ഉണ്ടല്ലോ. CCTV വഴി മേയർ ബോബിനെ പിടിച്ചോണ്ട് വരാനായിട്ട് അതിന്റെ കൂട്ടാളികളോട് പറയാണ്. സൂലെത്തിയ നമ്മുടെ ടീം അവിടെ വെച്ച ഒരു ഹൈനയെ ആദ്യം കണ്ടു. ഹൈനയെ നമ്മുടെ ബോബ് എന്തോ ചെയ്തു, അവന്റെ തലയ്ക്ക് ഒരൊറ്റ കിഴുക്ക് കൊടുത്ത് പറഞ്ഞയച്ചു. രണ്ടാമതായിട്ട് ഒരു മുതലയെ കണ്ടു. ബെല്ലന്നേരം അയ്യേ നിനക്ക് എന്തൊരു വായ്നാറ്റാ, നിനക്ക് പെപ്സോഡന്റ് യൂസ് ചെയ്തൂടെ എന്നും ചോദിച്ചിട്ട് നമ്മുടെ ഈ മുതലച്ചാരെ കളിയാക്കി അവനെ അപമാനിച്ചു എന്ന് വേണേ പറയാട്ടോ. എന്നിട്ട് അവിടെ നിന്ന് പോയി. അടുത്തതായിട്ട് ഇവർ അവിടെ നിന്ന് കാണുന്നത് ഒരു കടുവ ചേട്ടനെയാണ്. കടുവ ചേട്ടൻ ഇവരോടൊന്ന് നേർക്ക് നേർ നിൽക്കാൻ നിന്നതാണ്. പക്ഷെ നമ്മുടെ ബീസർ അവിടേക്ക് വന്നു. എന്നിട്ട് ഇവനോട് ഞാൻ എന്റെ മൂക്ക് വെച്ചൊന്ന് ഊതിയാലുണ്ടല്ലോ നീ അപ്പ തെറിച്ചു പോകും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് ഇവിടെ നിന്ന് നേരെ വെളിയിലോട്ട് കടന്നു. ഇവന്മാര് ഇവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള സൂത്രം കാണിച്ചതാണെന്ന് മനസ്സിലാക്കാൻ ഈ 3 മൃഗങ്ങൾക്കും പറ്റിയില്ല. അങ്ങനെ പൊക്കൊണ്ടിരിക്കുമ്പോഴാണ് ബ്രയൻ എന്നു പേരുള്ള ഒരു സന്യാസി മൃഗത്തെ ഇവർ കാണുന്നത്. അത് പറഞ്ഞു, നിങ്ങൾ പേടിക്കേണ്ടത് മറ്റാരെയുമല്ല, പണ്ട് ഈ നാടുണ്ടായിരുന്നത് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, നല്ല പച്ചപ്പൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ഈ മേയർ ആദ്യമായി ഭരണം തുടങ്ങിയപ്പോൾ അയാളും നല്ലതായിരുന്നു. പിന്നീട് അധികാരം തലയ്ക്ക് പിടിച്ച അയാൾ ഇപ്പോൾ മനുഷ്യന്മാരെ വരെ ഇവിടെ നിന്ന് ഒഴിപ്പിച്ചില്ലേ. നിങ്ങൾ പേടിക്കേണ്ടത് അയാളെ ആണെന്നൊരു മുന്നറിയിപ്പ് ഈ ബ്രയൻ കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കേട്ട് ഇവര് ബെല്ലിന്റെ വീട് ലക്ഷ്യമാക്കി നടക്കാണ്. ഈ സമയത്ത് നമ്മുടെ ബോബിനെ പറ്റി ഈ മേയർ സംസാരിക്കുന്നുണ്ട്. കാരണം ബോബ് ഒരു പ്രത്യേകതരം റോബോട്ടായിരുന്നു. അവൻ ഈമോ ബോട്ടാണ്, അതായത് ഇമോഷൻ റോബോട്ട് എന്ന് പറയാം. ഇവിടെയുള്ള സകല റോബോട്ടുകളെ പുള്ളിക്കാരന് ആക്സസ് ചെയ്യാമെങ്കിലും ബോബിനെ മാത്രം പറ്റുന്നുണ്ടായിരുന്നില്ല. വീട്ടിലെത്തിയ ബെല്ല് അവളുടെ ഓണറിനെ കാണാഞ്ഞ് വിഷമിച്ചു. അവർക്കും എന്നെ വേണ്ടല്ലേ, എല്ലാ ഓണേഴ്സിനെ പോലെയും എന്റെ മാഡവും എന്നെ ഉപേക്ഷിച്ചു പോയല്ലേ, ഞാനും ഇപ്പോൾ ഒരു സ്ട്രേ ആയി മാറിയല്ലോ എന്ന് പറഞ്ഞ് ബെല്ല് സങ്കടപ്പെടുമ്പോൾ റോജർ അവളെ സമാധാനിപ്പിച്ചു. ഞാനും പണ്ട് ഓണറുള്ള ഒരാൾ തന്നെ ആയിരുന്നു. എനിക്ക് എന്റെ ഓണറിനെ പറ്റി ഇപ്പൊ അറിയ കൂടിയില്ല, എനിക്ക് ഓർമ്മ കൂടിയില്ല. എന്തോ ഒരു മിന്നായം പോലുള്ള കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മ വരും. അതൊക്കെ പോലെ തന്നെ സാരമില്ല, ഇതൊക്കെ ശീലമായിക്കോളും, ഇപ്പൊ നമുക്ക് ഒരുപാട് ഫ്രീഡം ഉണ്ടെന്ന് വിചാരിച്ചാൽ മതി എന്ന് റോജർ ബെല്ലിനോട് പറയാണ്. അപ്പോഴാണ് ഇവരുടെ വീട്ടില് വേലയ്ക്ക് നിന്നിരുന്ന റോബോട്ട് ഭാവം മാറി ഇവരെ ഉപദ്രവിക്കാൻ വരുന്നത്. നമ്മുടെ മൃഗങ്ങളെല്ലാം തന്നെ അതിനെ ഇടിച്ചു പൊടിച്ചിട്ട് നേരെ ഈ ഒരു അപ്പാർട്ട്മെന്റിന്റെ വെളിയിലേക്ക് കടക്കാണ്. ഇതൊക്കെ ചെയ്യുന്നത് നമ്മുടെ മേയറാണ് കേട്ടോ. ഓരോ റോബോട്ട്സിന്റെ കണ്ണുകളും CCTV പോലെ പ്രവർത്തിക്കുന്ന രീതിയിലാക്കി ഈ ബോബ് എവിടെയാണോ ഉള്ളതെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നമ്മുടെ മേയർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അപ്പാർട്ട്മെന്റിൽ നിന്ന് വെളിയിലിറങ്ങിയ ഇവര് എങ്ങോട്ടൊന്നില്ലാതെ പൊക്കോണ്ടിരിക്കുകയാണ്. നമ്മുടെ റോജറും അതുപോലെ ബോബ്, ബെല്ല്, അങ്ങനെ കുറച്ച് പേര്, റൊണാൾഡോ കൂടിയിട്ട് മെട്രോയിൽ കയറി. സോഫിയും വാൾട്ടറും വരുമ്പോഴേക്കും മെട്രോ പോയതുകൊണ്ട് അവരിപ്പോൾ ഒരു സ്കേറ്റിംഗ് റോഡ് വഴി ഈ മെട്രോ പോകുന്ന വഴിയെ തന്നെ റോഡിലൂടെ പൊക്കോണ്ടിരിക്കുകയാണ്. ഉടനെ തന്നെ മേയർ എന്തോ ചെയ്തു, ആ ഒരു മെട്രോ നിയന്ത്രണമില്ലാതാക്കിയിട്ട് ഒരിടത്ത് കൊണ്ടുപോയി വീഴുന്ന രീതിയിലാക്കി വെച്ചു. പക്ഷെ നമ്മുടെ മൃഗങ്ങള് അതിനകത്ത് നിന്നും എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് നേരെ വെളിയിലോട്ടെത്തി. ഇവരെ പിടിക്കാനായി വന്നിട്ടുണ്ടായിരുന്ന നമ്മുടെ ബില്ലുണ്ടല്ലോ, ഷെറിഫ്, പുള്ളിക്കാരന് അപകടം പറ്റി. അയാൾക്ക് അല്ലെങ്കിലും എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ പുള്ളിയുടെ തല തെറിച്ച് വീഴും. എന്നിട്ട് അത് ശരിയാക്കി വെക്കാറാണ്. സോഫിയും വാൾട്ടറും കൂടെ ഇവരുടെ അടുത്തോട്ടെത്തി. അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മുടെ മറ്റേ മൃഗങ്ങൾ, അതായത് നമ്മുടെ ഹൈനയും ടൈഗറും മുതലയും കൂടെ അവരെ പിടിക്കാൻ വരുന്നത്. ഉടനെ തന്നെ ബോബ് എല്ലാവരെയും കൂട്ടിക്കൊണ്ട് അവിടുത്തെ ഒരു ഷോപ്പിംഗ് മോളിനുള്ളിലേക്ക് കയറിയിട്ട് അതിന്റെ ചില്ല് ഡോറ് അടച്ചു കളഞ്ഞു. ഇത്രയും വലിയ പ്രശ്നത്തിനിടയിലും കുറച്ചു നേരം ഇവര് എൻജോയ് ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോ ഇവിടെ ടോയ് സെക്ഷൻ ഉണ്ട്. ഈ ഒരു നാടിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് സകല സാധനങ്ങളും റോബോട്ടാണെന്ന് പറയുന്ന കൂട്ടി ഇവിടുത്തെ ടോയ്സും റോബോട്ടായിരുന്നു. അങ്ങനെ ഈ റോബോട്ടുകളെ ഇവർക്കെതിരെ തിരിച്ചുവിടുകയാണ് ഈ ഒരു മേയർ. അങ്ങനെ അവരെ കൊണ്ടും പൊറുതിമുട്ടിയ നമ്മുടെ ടീം ഇവർക്കെതിരെ പോരാടാനായിട്ട് ആരംഭിച്ചു. കിട്ടിയ സ്റ്റിക്കും കാര്യങ്ങളും കൊണ്ട് ഇവന്മാരെ അടിച്ചിട്ടു, ചിലതിന്റെ ബാറ്ററി ഊരിവിട്ടു, അങ്ങനെ ഡിസ്മാൻഡിൽ ചെയ്തുകൊണ്ടേയിരുന്നു. പിന്നീടും അവിടുന്ന് ഇവിടുന്ന് ഒക്കെ അടി വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവർക്ക് ഇതിനകത്ത് നിന്ന് എങ്ങനെയും വെളിയിലെത്തിയാൽ മതിയെന്നായി. പുറത്താണെങ്കിൽ മറ്റോമാരെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഇവര് കുറച്ചെണ്ണത്തെ അടിച്ചിട്ട് ഈ ഒരു ഷോപ്പിംഗ് മോളിന്റെ വെളിയിലേക്ക് കടന്ന് എന്നിട്ട് നമ്മുടെ കടുവച്ചാരെയും ആൾക്കാരെയും ഒക്കെ ഇതിനുള്ളിലാക്കിയിട്ട് അവരിവിടെ നിന്ന് രക്ഷപ്പെട്ടുപോയി. ഇവന്മാർക്ക് പണിയും കിട്ടി.
അങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ബോബ് പറഞ്ഞു, എന്നെ പിടിക്കാനാണ് അവർ ശ്രമിക്കുന്നത്, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായി കഴിഞ്ഞാൽ അത് നിങ്ങൾക്കും അപകടമാണ്, എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ എൻ്റെ ഫ്രണ്ട്സ് അല്ലേ, ഒരിക്കലും നിങ്ങളെ ഞാൻ അപകടത്തിലേക്ക് തള്ളിവിടില്ല എന്നും പറഞ്ഞ് പോലീസിന് ബോബ് പിടികൊടുക്കുകയാണ്. റോജറിന് അത് സഹിക്കാൻ പറ്റിയില്ല. ഞാൻ എപ്പോഴും അവൻ്റെ കൂട്ടുകാരനായിരിക്കും എന്ന് അവന് വാക്ക് കൊടുത്തതാണ്. അവനെ പോലീസുകാർ എങ്ങോട്ട് കൊണ്ടുപോയോ അവിടെ പോയിട്ട് ഞാൻ അവനെ രക്ഷപ്പെടുത്തും. എന്നെ നിങ്ങൾ ഇന്ന് രാത്രി തിരിച്ചു വന്ന് കണ്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പുറത്ത് കടക്കണം, ഈ സിറ്റിയിലേക്ക് വെളിയിലേക്ക് കടക്കാനായിട്ട് ഒരു മതിലുണ്ടെന്നൊക്കെ പറഞ്ഞ് റോജർ പോവാണ്. അപ്പോഴാണ് ബ്രയൻ വന്ന് അവിടേക്ക് പറഞ്ഞത് അവർ രണ്ടുപേരും പോകുന്നത് ഈ സിറ്റിയിൽ ആർക്കും കടക്കാൻ പാടില്ലാത്തൊരു സ്ഥലമുണ്ട്, അവിടേക്കാണ്, അതിലേക്ക് അഴുക്ക് ചാലിലൂടെ പോകാനേ പറ്റത്തുള്ളൂ എന്ന് പറയാണ്, അല്ലെങ്കിൽ റോബോട്ടുകൾ പിടിക്കുമെന്ന്. ഇതേ സമയത്ത് നമ്മൾ മറ്റൊരു കാര്യം കൂടി കാണുകയാണ്. ഇത്രയും നേരം ഇവിടെ മേയറായിട്ട് നിന്നത് അതൊരു റോബോട്ടായിരുന്നു. ഫ്രാങ്ക് എന്ന ഇവിടുത്തെ ഒറിജിനൽ മേയർ ഉണ്ടാക്കിയ റോബോട്ട് പിന്നീട് അയാളെ അവിടെ പിടിച്ച് കെട്ടിയിട്ട് ഇവിടുത്തെ മേയറായി വേഷം കെട്ടി ആക്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ റോബോട്ട് ആയതുകൊണ്ട് തന്നെയാണ് ഈ ലോകം ഫുള്ള് റോബോട്ടുകൾ ഭരിച്ചാൽ മതിയെന്ന് അയാൾ തീരുമാനിച്ചതും. റോജർ അങ്ങനെ ബോബിനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്ന ഒരു ഫാക്ടറിയിലേക്ക് എത്തുന്നുണ്ട്. ബോബിനെ കൊണ്ടുവന്ന് നമ്മുടെ ഈ ഒരു റോബോട്ട് മേയർ ഇങ്ങനെ പറയാണ്, നിനക്ക് ഒരിക്കലും ഒരു റോബോട്ട് ആയിരിക്കാൻ പറ്റത്തില്ല, കാരണം നിനക്ക് ഇമോഷൻ വർക്ക് ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട്. ബോബാണെങ്കിൽ അയാളുടെ ചിപ്പ് ഉരുവിടാൻ നോക്കുന്നുണ്ടെങ്കിലും അതും കഴിഞ്ഞില്ല. ഇവിടെ അഴുക്ക് ചാലിലൂടെ വന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ ടീംസിനെ അന്നേരം കുറച്ച് റോബോട്ടുകൾ വന്ന് എതിർക്കുന്ന സമയത്ത് നമ്മുടെ ഷെരീഫ് ബില്ല് ഇവർക്ക് കൂട്ടായിട്ട് വരികയാണ്. കാരണം റോബോട്ടുകൾ ഈ ലോകം നശിപ്പിക്കും എന്ന് മനസ്സിലായ സ്ഥിതിക്ക് ഷെരീഫ് ബില്ല് ഇവരുടെ കൂടെ ഈ നാട് നന്നാവാൻ വേണ്ടി നിൽക്കാനായി തീരുമാനിച്ചിരിക്കുകയാണ്. ഇപ്പൊ ബോബിനെ നേരെ ഫർണേസിക്ക് ഇടുന്നത് കണ്ട റോജർ ആവട്ടെ ഓടി വന്ന് അവനെ കെട്ടിപ്പിടിച്ചില്ല, ഞാൻ ഒരിക്കലും നിന്നെ വിട്ടു പോവത്തില്ല, നിന്നെ ഞാൻ രക്ഷപ്പെടുത്തും, ഇല്ലെങ്കിൽ ഞാനും നിന്റെ കൂടെ ഇരിക്കും എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും അവിടേക്ക് വന്നു. ബെല്ല് ഇവർ ആ ഫർണേസിൽ വീഴുന്നതിന് മുൻപ് അവരെ പോയി പിടിച്ചു വെക്കുന്നുണ്ട്. സോഫിയും വാൾട്ടറും ഈ നീങ്ങിക്കൊണ്ടിരിക്കുന്ന സാധനം നിർത്താനായി നോക്കുന്നുണ്ട്. റൊണാൾഡോ ഈ ഒരു ഫർണേസിന്റെ പല്ല് പോലത്തെ സംഗതി ഉണ്ടല്ലോ അത് പിടിച്ചു വെക്കുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കണ്ട് മേയറിന്റെ അസിസ്റ്റന്റ് ആയിട്ടുള്ള റോബോട്ടായ ബോറിസ് പെട്ടെന്ന് ഈ ഒരു മെഷീൻ നിർത്തിക്കളയാണ്. ബോബിനെ ഇവര് രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ബാക്കി റോബോട്ടുകളെ ഷെരീഫ് ബിൽ പറഞ്ഞു മനസ്സിലാക്കി ഈ റോബോട്ട് വംശവും മനുഷ്യന്മാരും ഒന്നിച്ചായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പൊ അതിനൊക്കെ തന്നെ പ്രശ്നമുണ്ടാക്കിയത് ആ റോബോട്ടാണ്, അതായത് മേയർ റോബോട്ടാണ് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ അപ്പോഴേക്ക് ആ ഒരു സ്പൈഡർ റോബോട്ട് ഇവരെ പിടിക്കാനായി വരുമ്പോഴേക്ക് ഇവരെന്തോ ചെയ്തു, ആ ഒരു ഡിസ്മാൻഡിൽ ചെയ്യുന്ന ഫർണേസ് ഉണ്ടല്ലോ അതിലേക്ക് നമ്മുടെ ഈ സ്പൈഡർ റോബോട്ടിനെ ആക്കി അതിനെ നശിപ്പിച്ച് കളയാണ്. കൂടെ നമ്മുടെ ബെല്ല് അത്രയും നാൾ സ്പൈഡറിനെ പേടിക്കുന്ന ഒരാളായിരുന്നെങ്കിലും ഇപ്പൊ അവള് ധീരതയോടെ അതിനെ നേരിടുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അകത്തോട്ട് പോയ ഇവർക്കൊരു കാര്യം മനസ്സിലായി, ഫ്രാങ്ക് എന്ന മേയറല്ല ഇതൊന്നും ചെയ്തിരുന്നത്. ഫ്രാങ്കിനെ അവിടെ കരു നിർത്തിയിട്ട് ആ റോബോട്ടാണ് ഇതൊക്കെ ചെയ്തിരുന്നതെന്നും ഫ്രാങ്കിന്റെ പെറ്റായിരുന്നു റോജർ എന്നുള്ള സത്യവും മനസ്സിലാക്കുകയാണ്. അങ്ങനെ ഇവര് നേരെ നമ്മുടെ മേയർ റോബോട്ടിന്റെ അടുത്ത് വന്നു. ബോബ് വന്ന് അതിന്റെ ചിപ്പൂരി എന്നിട്ട് അവന് ഡിസ്മാൻഡിൽ ചെയ്ത് വിട്ടു. അങ്ങനെ റോബോ സിറ്റി പഴയ ആ ഒരു വൃത്തികെട്ട യുഗത്തിൽ നിന്ന് പുറത്തേക്ക് വന്നു. ഇപ്പൊ നമ്മുടെ ഫ്രാങ്ക് റോബോ സിറ്റിക്ക് വെളിയിലുള്ള ലോകം എന്താണെന്ന് ഇവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ഇതിനകത്ത് കാടാണുള്ളത്. ഈ കാട്ടിൽ നിന്ന് ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാനാണ് ഇങ്ങനെ ഒരു മതിൽ കെട്ടിയത്. പക്ഷെ പ്രകൃതിയിലേക്ക് തിരിച്ചു പോകുന്നതാ നല്ലതെന്ന് ഫ്രാങ്ക് എല്ലാവരോടും പറഞ്ഞു. എന്നാൽ നമ്മുടെ കടുവക്കുട്ടനും ഹൈനയും മുതലയാണെങ്കിൽ നമുക്ക് സൂവിൽ തന്നെ തുടരാം, ഇവിടെ ആണെങ്കിൽ ആവശ്യത്തിന് ഫുഡൊക്കെ കിട്ടുമല്ലോ എന്നും പറഞ്ഞിരിക്കുന്നുണ്ട്. റോബോ സിറ്റിയുടെ പ്രശ്നമൊക്കെ മാറിയപ്പോൾ ഇവിടെ നിന്ന് മാറിപ്പോയ ആൾക്കാർ തിരികെ വന്നു. ഇപ്പോൾ റോബോട്ടുകളും മനുഷ്യന്മാരും പെറ്റ്സും എല്ലാവരും നല്ല ഹാപ്പി ആയി തന്നെയാണ് ഇവിടെ ജീവിക്കുന്നത്. കൂടാതെ നമ്മുടെ റോജറും ബെല്ലും കൂടെ പെറ്റ്സ് മാത്രമല്ല അവർ തമ്മിൽ കപ്പിൾസുമായി കേട്ടോ. സോ ഇത്തരത്തിലെ ഒരു സീനോട് കൂടിയിട്ടാണ് നമ്മുടെ 2019 ഒരു കിടിലൻ മൂവിയായ പെറ്റ്സ് യുണൈറ്റഡ് എന്ന ഈ ഒരു സിനിമ അവസാനിക്കുന്നത്. കൂട്ടുകാരെ, എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? പെറ്റ്സിനെ ഇത്രയും വലിയൊരു ഹൈപ്പിൽ കാണിക്കുന്ന ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത് ഭയങ്കര ഒരു രസമായിട്ടുള്ള ഒരു സൂപ്പർ പവർ ഒന്നുമല്ല. അവരുടെ ആ ഒരു യൂണിറ്റി, ഫ്രണ്ട്ഷിപ്പ്, ഇതിന്റെ പേരിൽ നാടിനെ രക്ഷപ്പെടുത്തുന്ന അങ്ങനത്തെ ഒരു തീം ആയതുകൊണ്ടാണോ എന്നറിയത്തില്ല, കുറച്ചുകൂടെ നല്ല രസമായിട്ടിരുന്ന് കാണാൻ പറ്റുന്ന ഒരു മൂവിയാണ്. അപ്പോൾ കൂട്ടുകാർക്ക് എങ്ങനെയുണ്ട് ഇന്നത്തെ സിനിമ? ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാം കേട്ടോ. വീഡിയോയെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻസ് ആയിട്ട് പറയണേ. ചിലപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വരില്ലല്ലോ, എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ നിങ്ങൾക്ക് തോന്നുമല്ലോ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻസ് ആയി പറയുമ്പോഴാണ് നമുക്ക് അതെല്ലാം മാറ്റിയിട്ട് നല്ല രസമായിട്ട് വീഡിയോ കൂടുതൽ നല്ല ഇമ്പ്രൂവ് ആയിട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാരെ ദയവായി നിങ്ങൾക്ക് എന്താണോ തോന്നിയത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് നമ്മളോട് റെസ്പോൺസ് ചെയ്യുക. അപ്പം അത്രയൊക്കെ ഉള്ളൂ. നമുക്ക് എന്നാൽ നെക്സ്റ്റ് ഒരു അടിപൊളി മൂവി ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്ക് സേഫ് ആയിട്ട് ഹാപ്പി ആയി തന്നെ ഇരിക്കുക. ടാറ്റാ, ബൈ.